നോ വർക്ക് ഈസ് സ്മോൾ. ഒരു ജോലിയും ചെറുതല്ല. നമുക്ക് സെൽഫ് ഹെൽപ്പ് എന്താണെന്ന് നോക്കാം. എന്തായാലും ആദിത്യം പറഞ്ഞ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇനി എളുപ്പമായിരിക്കും. ദ ട്രെയിൻ പുൾഡ് അപ്പ് അറ്റ് ദ പ്ലാറ്റ്ഫോം. അപ്പോ ട്രെയിന് ഒരു സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നിർത്തി. പീപ്പിൾ ഗോട്ട് ഓഫ് അറ്റ് ദ സ്റ്റേഷൻ. അപ്പോ അവിടെ നിന്ന് ഇറങ്ങി. ഗോട്ട് ഓഫ് മീൻസ് അവിടെ നിന്ന് ഇറങ്ങുക. അപ്പൊ ട്രെയിനിൽ നിന്ന് എല്ലാവരും സ്റ്റേഷനിലേക്ക് ഇറങ്ങുകയാണ്. സം ഓഫ് ദം വെയർ ക്യാരിങ് ഹെവി ലഗേജ്. അപ്പൊ ചിലരാണെങ്കിൽ വലിയ വലിയ ലഗേജും സാധനങ്ങളും ഒക്കെ ആയിട്ടാണ് വരുന്നത്, ട്രെയിൻ യാത്രക്കാരൻ. ദേ കോൾഡ് ദ കൂലീസ് ആൻഡ് ഹയർഡ് ദം. അപ്പോൾ അവിടെ നമ്മൾ ട്രെയിനിൽ ഈ കൂലീസ് കാണും, അതായത് ഈ പോർട്ടർമാർ കാണും. ഈ ഒരു ചുവപ്പ് ഡ്രസ്സിലൊക്കെ ആയിട്ട്, അവര് മെയിൻലി ചുവപ്പ് ഡ്രസ് ആയിരിക്കും അവരുടെ വേഷം എന്ന് പറയുന്നത്, പോർട്ടർമാരുടെ. അപ്പൊ പോർട്ടർമാർ അല്ലെങ്കിൽ കൂലി അവിടെ ഉണ്ട്. അപ്പൊ അവരെ ഈ വലിയ വലിയ ബാഗേജ് അല്ലെങ്കിൽ കുറെ ബാഗേജുമായിട്ട് വരുന്നവരെയൊക്കെ ഇവരെന്ത് ചെയ്തു, ഈ കൂലീസിനെ വിളിച്ചിട്ട് അവരെ വിട്ട് എടുപ്പിക്കും. അവരാണെങ്കിൽ ലൈക്ക് ഇവരുടെ ഈ ഉന്തുവണ്ടി പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അവർക്ക് അതിലൊക്കെ കൊണ്ടുപോകാനായിട്ട് പറ്റും. The coolies carried their heavy baggage on their heads. പക്ഷെ ഇവിടെ കൂലികളെ എല്ലാം ഈ അവരുടെ ബാഗുകളെല്ലാം, വലിയ വലിയ ലഗേജുകളെല്ലാം അവരുടെ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. One young man also got down from the same train. അപ്പൊ ഇതേ ട്രെയിനിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി. ഒരു ചെറുപ്പക്കാരനും ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. He was carrying a small suitcase which he could easily carry. അപ്പോ പുള്ളിക്കാരനാണെങ്കിൽ ഒരു കുഞ്ഞു സ്യൂട്ട് കേസ്, കുഞ്ഞു ബാഗുമായിട്ടാണ് വരുന്നത്. അപ്പൊ പുള്ളിക്കാരന് ഇത് വേണമെങ്കിൽ പുള്ളിക്കാരൻ തന്നെ കൊണ്ട് നടക്കാം, കാര്യം ഇതൊരു കുഞ്ഞു ബാഗാ, ഈസി ആയിട്ട് കൊണ്ടു നടക്കാം. സ്റ്റിൽ ഹി കെപ്റ്റ് ലുക്കിംഗ് ഫോർ എ കൂലി. എന്നിട്ടും ആ പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ഒരു കൂലിയെ വേണോ അല്ലെങ്കിൽ കൂലിയെ കിട്ടുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോ അവിടെ ഏതാ കണ്ടില്ല, ഒരു കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് ഒരു ചെറുപ്പക്കാരൻ, ആ പുള്ളിക്കാരന്. All the coolies were hired, there were none. അപ്പോ പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ഇങ്ങനെ അവിടെയുള്ള കൂലീസിനെയൊക്കെ നോക്കുകയാണ്. പക്ഷേ ആ കൂലീസിനെയൊക്കെ മറ്റുള്ളവര് ഹയർ ചെയ്തു, അല്ലെങ്കിൽ മറ്റുള്ളവരെ വിളിച്ച് അവർക്ക് ജോലി കൊടുത്തു കഴിഞ്ഞു. അപ്പൊ കൂലികൾ ആരും അവിടെ ഇല്ല. അപ്പൊ സ്റ്റിൽ ദ മാൻ കെപ്റ്റ് ഷൗട്ടിങ് ഫോർ ദ കൂലി. അപ്പൊ എന്നിട്ടും പുള്ളി എന്ത് ചെയ്തു, അവിടെ കിടന്ന് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. ഇവിടെ കിടന്ന കൂലി എവിടെ, ഇവിടെ ഉള്ള പോർട്ടർമാരൊക്കെ എവിടെ, എന്റെ കുഞ്ഞു ബാഗ് എനിക്ക് ഇത് കൊണ്ട് ചുമക്കാനുള്ളതാണ്, അപ്പോ എനിക്കിപ്പോ കൂലിയെ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തപ്പുകയാണ്. A man dressed in dhoti and kurta came to him. അപ്പോ ഒരു ആള് ഒരു ധോത്തി, അതായത് ഒരു മുണ്ടും ഒരു കുർത്തയും ധരിച്ച ഒരാള് ആ ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് വന്നു. He offered to carry the little suitcase for him. എന്നിട്ട് പറഞ്ഞു, സർ, ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ ഈ സ്യൂട്ട്കേസ് പിടിച്ചോളാം, എന്റെ കയ്യിൽ തന്നോളൂ, ഞാന് ഇത് കൊണ്ട് ചുമന്നോളാം എന്ന് പറഞ്ഞ്, ഓക്കെ, അതൊരു കൂലിയുടെ ആ ഒരു രീതിയിൽ, ഒരു പോർട്ടറുടെ ആ ഒരു രീതിയിൽ ഈ ഒരു ധോത്തിയും കുർത്തയും ധരിച്ച ഒരു മനുഷ്യൻ അവിടെ വരികയുണ്ടായി. ഇത്രയും ഡൗട്ട് ഉണ്ടോ? The young man scolded him. അപ്പോ ഉടനെ തന്നെ ആ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു, പുള്ളിക്കാരൻ വഴക്ക് പറഞ്ഞു. What took you so long? അപ്പൊ എന്താ നീ ഇത്ര ലേറ്റ് ആയത്, എന്തുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയിട്ട് വന്നത്? Don't you want to work? വർക്ക് ചെയ്യണ്ടേ, എന്താ ഇത്ര ലേറ്റ് ആയത്, എവിടെ പോയിരിക്കായിരുന്നു? നമ്മൾ ദേഷ്യത്തിൽ ചോദിക്കത്തില്ലേ, എവിടെ പോയിരിക്കായിരുന്നു, എന്തെടുക്കുമായിരുന്നു, നിനക്ക് എന്താ ഇവിടെ ജോലിയൊന്നും വേണ്ടേ, ജോലി മര്യാദയ്ക്ക് ചെയ്യാൻ വയ്യേ എന്നൊക്കെ ചോദിച്ച് ചൂടായി. He handed over the suitcase to that man and led the way. എന്നിട്ട് എന്ത് ചെയ്തു, ആ പുള്ളിക്കാരൻ ഈ സ്യൂട്ട്കേസിനെ ആ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തതിന് ശേഷം അവര് നടക്കുകയാണ്. Where do you want to go? Asked the older man carrying the young man's small suitcase. അപ്പോ ആ ഓൾഡ് മാൻ ചോദിക്കുകയാണ്, where do you want to go? നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത്? അപ്പോ ഈ ഒരു സ്യൂട്ട്കേസ് പിടിച്ചും കൊണ്ട് ആ ഒരു വയസ്സായ മനുഷ്യൻ അവരോട് ചോദിക്കുക, I have a meeting with Ishwar Chandra Vidyasagar at his home. അപ്പോ എനിക്ക് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്കാണ് പോവേണ്ടത്, അവിടെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഡു യു നോ വെയർ ഹി ലിവ്സ്? നിനക്കറിയാമോ, അല്ലെങ്കിൽ താങ്കൾക്കറിയാമോ
അത് ആ വിദ്യാസാഗർ അല്ലെ ഈശ്വർ ചന്ദ്ര എവിടെയാണ് താമസിക്കുന്നതെന്ന് the young man asked the older man. young man ചോദിച്ചു. Yes, I know where he lives. എനിക്കറിയാം അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നതെന്ന് എനിക്കറിയാം. He lives nearby. അദ്ദേഹം ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. I can take you to his house. എനിക്ക് നിങ്ങളെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. The old man offered. അപ്പം ഓൾഡ് മാൻ പറഞ്ഞതാണിത്. അപ്പൊ ഇത് എനിക്കറിയാം എവിടെയാണെന്ന്, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ അവിടെ കൊണ്ടുപോകാൻ പറ്റും. Quietly the two of them reached a house. അപ്പോ എന്നിട്ട് പതുക്കെ അതിന് ശേഷം രണ്ടുപേരും കൂടെ ഓക്കെ പറഞ്ഞ് ഇത് ആ വീട്ടിൽ ഒരു വീട്ടിൽ എത്തി. The older man said to the young man. അവിടെ വന്നതിന് ശേഷം ആ ഓൾഡ് മാൻ നമ്മുടെ ഈ ഒരു യങ് മാനോട് പറയുകയാണ്, this is where ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ lives. Please wait at the door. അപ്പൊ എന്നിട്ട് പറയുക, ഈ വീട്ടിലാണ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ താമസിക്കുന്നത്, ഇവിടെ വെയിറ്റ് ചെയ്യൂ. Saying so, he went inside the house, leaving the young man standing at the door. അപ്പോ ഇത് പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? നേരെ വീട്ടിനകത്തേക്ക് പോവുകയാണ്. വീട്ടിനകത്തേക്ക് പോയിട്ട് ഇത് ആരാ? നമ്മുടെ ഓൾഡ് മാൻ വീട്ടിനകത്തേക്ക് പോയി. നമ്മുടെ യങ്ങർ മാനെ ഇവിടെ നിർത്തിയതിന് ശേഷം, ഡോറിന്റെ മുന്നിൽ നിർത്തിയതിനു ശേഷം വീട്ടിനകത്തേക്ക് പോയി. When the older man returned, അദ്ദേഹം ആ ഓൾഡ് മാൻ തിരിച്ചെത്തിയപ്പോൾ the young man snapped at him. അപ്പൊ എന്നിട്ട് ഇങ്ങനെ യങ് മാൻ സ്നാപ്ഡ്, അതായത് യങ് മാൻ ഇങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറയുക, ഹേയ് ക്യാരി മൈ സ്യൂട്ട് കേസ് ഇൻസൈഡ്. എന്റെ ഈ സ്യൂട്ട് കേസ് അകത്തേക്ക് കൊണ്ടുവരൂ. The older man picked up the suitcase again and went inside the house along with the young man. അപ്പോ ആ യങ് മാനോട് കൂടെ അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഓൾഡ് മാൻ ഈ സ്യൂട്ട് കേസും എടുത്തിട്ട് അകത്തേക്ക്, ആ വീട്ടിനകത്തേക്ക് പോയി. There were pictures of the older man all over the place. അപ്പോ നോക്കിയപ്പോ ആ ചെവറിലെ കണ്ടില്ലേ? അപ്പൊ ചെവറിലൊക്കെ നോക്കിയപ്പോ ആ ഓൾഡ് മാന്റെ ഫോട്ടോസ് ധാരാളമായിട്ട് ആ റൂം ഫുള്ളായിട്ട്, ആ ഹോൾ ഫുള്ളായിട്ട് അവിടെ ഇരിക്കുന്നത് കണ്ടു. Once inside, he put the suitcase down and turned to face the young man. എന്നിട്ട് എന്ത് ചെയ്തു? അപ്പോ വീട്ടിനകത്ത് എത്തിയപ്പോ നമ്മുടെ യങ് മാൻ ഇങ്ങനെ നോക്കിയപ്പോ പുള്ളിക്കാരന്റെ ഈ ഓൾഡ് മാന്റെ ഫോട്ടോസ് ഒക്കെ ഇരിക്കുന്നു. അപ്പോ ഈ ഓൾഡ് മാൻ എന്ത് ചെയ്തു? ഈ സ്യൂട്ട് കേസ് എടുത്തുകൊണ്ട് അകത്ത് വന്നു. എന്നിട്ട് ഇതിനെ താഴെ വെച്ചു. ഈ സ്യൂട്ട് കേസ് താഴെ വെച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ മുഖത്തോട്ട് നോക്കിയതിനു ശേഷം പറഞ്ഞു, ഹലോ, ഐ ആം വിദ്യാസാഗർ. അപ്പോ ആ യങ് മാനോട് പറയും, ഞാനാണ് വിദ്യാസാഗർ. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? താങ്കൾക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? The young man was ashamed at his own behavior. അപ്പോ ആ യങ് മാൻ ashamed, അതായത് പുള്ളിക്കാരനാണെങ്കിൽ ഭയങ്കര നാണക്കേടായി. പുള്ളിക്കാരനാണെങ്കിൽ കാര്യം ഈ വിദ്യാസാഗറിനെ കൊണ്ട് തന്നെയാണ് ഈ ഒരു ഇത് എന്ന് പറഞ്ഞ് പുള്ളിക്കാരനാണെങ്കിലും ഭയങ്കര ashamed. He was ashamed of himself. He folded his hands and bowed to the great man. അപ്പോ അദ്ദേഹം ആ വിദ്യാസാഗറിന്റെ മുന്നിൽ കൈകൂപ്പി തല കുമ്പിട്ട് നിൽക്കുകയാണ് ചെയ്തത്. കാരണം നാണക്കേടല്ലേ? കാര്യം വിദ്യാസാഗറിനെ കൊണ്ട് തന്നെ അവിടെ തൊട്ട് ദേഷ്യപ്പെട്ട് എന്നിട്ട് ഈ വീട് വരെയും ഇത് കൊണ്ടുവന്നു. അപ്പോ പുള്ളിക്കാരന്റെ വീട്ടിലേക്ക് പുള്ളിക്കാരനെ വിട്ട് സ്യൂട്ട്കേസ് ചോദിച്ചു. നാണക്കേടല്ലേ? അപ്പൊ അതുകൊണ്ട് തല കുനിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോ നെവർ ഫീൽ അഷെയിംഡ് ഇൻ ഡൂയിങ് യുവർ ഓൺ വർക്ക്. അപ്പോ നമ്മുടെ ഇത് ഇവിടെ പറയുകയാണ്, ഇപ്പോ സ്വന്തം വർക്ക്, സ്വയമേ ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിൽ ഒട്ടും നാണക്കേട് വിചാരിക്കരുത്. എന്തു പറ്റി? ഓക്കെ, അപ്പോ ഇങ്ങനെ സ്വന്തം കാര്യങ്ങൾ സ്വയമേ ചെയ്യുന്നതിൽ ഒരിക്കലും നാണക്കേട് വിചാരിക്കരുത്. You could easily have carried this suitcase on your own and saved yourself from this embarrassment. അപ്പൊ embarrassment എന്ന് പറയുമ്പോൾ ഈ നാണക്കേടിൽ നിന്നല്ല എങ്കിൽ ഇത്തരം ഈ ഒരു തോട്ടിൽ നിന്ന്, ഇങ്ങനെ തലകുനിച്ച് നിൽക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് സ്വയമേ രക്ഷിക്കായിരുന്നു. എങ്ങനെ?
നിങ്ങൾക്ക് തന്നെ ആ സ്യൂട്ട് കേസ് ഒരു കുഞ്ഞു സ്യൂട്ട് കേസ് ആയിരുന്നു, കുഞ്ഞു ബാഗ് ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് തന്നെ സ്വയമേ അത് കൊണ്ടുവരാമായിരുന്നു. അല്ലാതെ നിങ്ങളിത് മറ്റുള്ളവരായിട്ട് ചോദിപ്പിക്കാനായിട്ട് നോക്കരുതായിരുന്നു. നിങ്ങൾക്ക് സ്വയമേ തന്നെ സെൽഫ് ഹെൽപ്പ്, അതായത് സ്വയമേ തന്നെ നിങ്ങൾക്ക് ഈ ബാഗ് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. സ്മൈൽ ദ ഗ്രേറ്റ് വിദ്യാസാഗർ അറ്റ് ദ യങ് മാൻ. എന്നിട്ട് ആ വിദ്യാസാഗർ ആ യങ് മാന്റെ മുഖത്ത് നോക്കി ചിരിച്ചു. കാരണം ഇദ്ദേഹം നാണം കെട്ട് അല്ലെങ്കിൽ ടോട്ടലി ഫുള്ളി അഷെയിംഡ് ആയിട്ട് അവിടെ നിൽക്കുകയാണ്. ഇത് വിദ്യാസാഗറിനെ കൊണ്ട് ഇത് ബാഗ് ചോപ്പിച്ചതില്. അപ്പോ വിദ്യാസാഗർ ചിരിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ്. ഇതാണ് നമ്മുടെ ഈ ചാപ്റ്റർ. മനസ്സിലായോ? ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി ഈ കഥയിൽ നിന്ന്? സെൽഫ് ഹെൽപ്പ്. അതതിൽ എഴുതിയിട്ടുണ്ട്. അതതിൽ എഴുതിയിട്ടുണ്ട്. എഴുതിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ മതി. അവരവരുടെ ജോലി സ്വന്തമായിട്ട് ചെയ്യണം. സ്വന്തമായി ചെയ്യണം. അടോൺ, എന്താ മനസ്സിലായത്? മീനു എന്ന് തന്നെയാണോ പേര്? അല്ല, അഞ്ജന. ആ, അഞ്ജന. അതാണ്, കുറെ കാലമായില്ലേ. ഓക്കെ. അപ്പൊ അഞ്ജനക്ക് എന്താ മനസ്സിലായേ? നമ്മളെ കൊണ്ട് പറ്റുന്ന ജോലി നമ്മൾ ചെയ്യണം. നമ്മളെ കൊണ്ട് പറ്റുന്ന ജോലി നമ്മൾ ചെയ്യണം. ഓക്കെ. പറ്റാത്തതാണെങ്കിൽ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചോദിക്കാം അല്ലേ? ഓക്കെ. എന്നാലും ശ്രമിക്കണം. റൈറ്റ്. അഡോണിന് എന്താ തോന്നിയേ? അഡോൺ, നിനക്കെന്തോ തോന്നിയേ? ഒന്നും തോന്നിയില്ലേ? കഥ മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഈ അണ്ടർസ്റ്റാൻഡ് ദ തോട്ട് എന്നുള്ള ഇതും കൂടെ നോക്കാം. സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ്. അപ്പോ സെൽഫ് ഹെൽപ്പ്, സ്വയമേ നമ്മൾ സഹായിക്കുന്ന അല്ലെങ്കിൽ സ്വയമേ നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഹെൽപ്പ്. വെൻ യു സ്റ്റാർട്ട് ഡൂയിങ് യുവർ ഓൺ വർക്ക് യു ഫീൽ മോർ ഗ്രോൺ അപ്പ് ആൻഡ് കോൺഫിഡന്റ്. അപ്പോൾ നിങ്ങൾ സ്വയമേ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡന്റും നിങ്ങൾക്ക് നല്ലൊരു ധൈര്യവും എല്ലാം അവിടെ കിട്ടും. എ ഹാപ്പി ആൻഡ് സെൽഫ് കോൺഫിഡന്റ് ഇൻഡിവിജ്വൽ is in a better position to interact effectively with others. അപ്പോൾ ഇങ്ങനെ സെൽഫ് കോൺഫിഡന്റ് ആയിട്ടുള്ള സ്വയമേ നമുക്ക് നല്ല ധൈര്യവും അല്ലെങ്കിൽ എല്ലാം ചെയ്യാനുള്ള ആ ഒരു ചങ്കുറപ്പും എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരോടും എല്ലാം നല്ല രീതിയിൽ സംസാരിക്കാനും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാനും സാധിക്കും. അതാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. Okay. Question number 1. Some of the people were carrying heavy vehicles, heavy luggage, heavy trunks. And the heavy luggage. Heavy luggage. Luggage. Okay. Heavy luggage. Right. Second question. The coolies carried their heavy luggage on their back, on their heads, on their shoulders. എവിടെയാ അവർ കൊണ്ടുവന്നത്? On their shoulders. On their head. On their head. Okay. എത്ര പേര് ഷോൾഡേഴ്സ് പറയുന്നു? കൈ പൊക്കിക്കേ. അവിധാൻ, വേറെ? ഹസൻ. ഇത് മൂന്നാമത്തെ ആളാരെ പേരെന്താ? ദേവിക. ദേവിക. വേറെ? ഇത്ര തന്നെയാ. അപ്പൊ ബാക്കിയുള്ള എല്ലാരും ഹെഡ്സ് ആരൊക്കെ പറയുന്നു? അതിന് ഹെഡ്സ് ആരൊക്കെ പറയുന്നു? ജമീം എന്ത് പറയുന്നു? ഹെഡ്സ്. ഓക്കെ. ആഹാ, ഇപ്പൊ തിരിഞ്ഞോ? ആഹാ, ഇവിടെ നോക്ക്. The coolies,
എന്താ പറയാ? അപ്പൊ ഇവിടെ നോക്കിയേ, ബാഗേജ് ഓൺ ദെയർ ഹെഡ്സ്. കേട്ടോ, അവര് ഹെഡ്സിലാണ്, അല്ലെങ്കിൽ തലയിലാണ് അവര് കൊണ്ടുവന്നത്. അടുത്ത് 3. The man was shouting for dash. The vendors, the taxi, the coolies. ആരെയാ നോക്കിക്കൊണ്ടിരുന്നേ? നോക്കിയത് Home. Police. 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 The man had a meeting with Ishwar Chandra Vidyasagar at a restaurant, at a hotel, at his home. At his home. His home. At his home. Okay, fill in the blank. Dash is the best help. Self-help. Self. Self-help. Help is the best. Self-help. Dash pulled up at the platform. The train. And the answer? Train. Train. People got off at the dash. Station. കുറെ പേര് മിണ്ടാതിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അടുത്ത ചോദിക്കുന്ന ആള് പറയണേ. അതെന്തോന്നോ? നിനക്കൊക്കെ ആൻസർ അറിയാം. ആദ്യത്തെ വായിച്ചു. അപ്പൊ ആദ്യത്തിന് ഫുൾ ആൻസർ അറിയാം. ഇപ്പൊ എന്താടാ? അതാണ്. അതുകൊണ്ട് അപ്പോഴും നീ ഇപ്പൊ മിണ്ടരുത്. അപ്പൊ എഴുതാത്തവര് ആദ്യമായിട്ട് കേട്ടവർക്ക് അവസരം കൊടുക്കണം നമ്മൾ, കേട്ടോ? അപ്പൊ SP ഞാൻ കേട്ടു. പക്ഷെ അടുത്ത് വീണ്ടും ചോദ്യം വരും. ദേവിക, അടുത്ത ക്വസ്റ്റ്യൻ ദേവികക്കാണ്. എ മാൻ ഡ്രസ്ഡ് ഇൻ ഡാഷ് ആൻഡ് ഡാഷ് കെയിം ടു ഹിം. ആദ്യം ദേവിക ഒന്ന് പറയട്ടെ, എന്നിട്ട് നോക്കാം. ദേവിക പോയോ? ദേവിക പോയി. അപ്പോ അഞ്ജന, ദേവിക ഉണ്ടോ ഇവിടെ? ഓക്കെ, ദേവിക പറഞ്ഞു. ദേവിക പറഞ്ഞു, എ മാൻ ഡ്രസ്ഡ് ഇൻ ഡാഷ് ആൻഡ് ഡാഷ്. എന്താ? അൺമ്യൂട്ട്. ദേവിക്കൊന്നും മിണ്ടുന്നില്ല. അഞ്ജന പറഞ്ഞേ, എന്തൊക്കെയാ? ധോത്തി ആൻഡ് കുർത്ത. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഹസൻ ആണേ. The young man was dash at his own behavior. Shamed. ആണോ? ആൻസർ കറക്റ്റ് ആണോ? ആണോ? എല്ലാരും ആണോ? ശരിയാണ്. എന്നാലും എന്താ ഡൗട്ട്? അപ്പോ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ഞാൻ ചോദിക്കുന്നവര് പറയാം. Who got down from the train? Answer. Who got down from the train? ആരാ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയത്? ഒരു കുത്തയിട്ടൊരു മാനോ? കുർത്തയിട്ട മാനാണോ ഇറങ്ങിയത് ട്രെയിനിൽ നിന്ന്? ഞാൻ പറയാം. ജമീമ പറഞ്ഞു. Young man also got down from the same train. അപ്പൊ നമുക്ക് യങ് മാൻ, നമുക്ക് വലിയ ആൻസർ ഒക്കെ നമുക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പഠിക്കാം. അപ്പൊ യങ് മാൻ. പക്ഷെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും യങ് മാൻ ആൻഡ് സം അതർ പീപ്പിൾ. അപ്പൊ കുറെ പേര് ഇറങ്ങുന്നുണ്ട്. അപ്പൊ നമുക്ക് പക്ഷെ ഇവിടെ റിലവന്റ് എന്ന് പറയുന്നത് യങ് മാൻ.
Okay. Second question. What was the young man looking for? നമ്മുടെ young man എന്തായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്? അവിധാൻ പറഞ്ഞേ. എന്താ നോക്കിക്കൊണ്ട് നടന്നത് നമ്മുടെ young man? അവിധാൻ എന്താ നോക്കിക്കൊണ്ട്? എന്താ നോക്കിക്കൊണ്ട് നടന്നേ നമ്മുടെ യങ് മാൻ? ഞാൻ പറയാം. പറയൂ, ഇവിടെ പറയൂ നോക്കട്ടെ. എടാ അവിത പറയ്. കൂലി. He was looking for a കൂലി. അത് പറയാൻ എന്താണ് ഇത്ര പ്രയാസം? അടുത്ത, who offered to carry his suitcase? ആരാണ് അവന്റെ ആ ഒരു suitcase കൊണ്ടുപോവാം എന്ന് ഓഫർ ചെയ്തത്? SP പറഞ്ഞേ, ആരാടാ? ആരാ അവന്റെ suitcase കൊണ്ടുപോവാന്ന് പറഞ്ഞേ? ആരാടാ? SP unmute. SP unmute. എന്താടാ? എടാ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഓൾഡ് മാൻ. ഓക്കെ, കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താ പറയാം? സാർ ഞാൻ പറയാം. ഹസൻ പറ. A man dressed in dhoti and kurta came to him. He offered to carry the little suitcase for him. A man dressed in dhoti and kurta. Right. അപ്പൊ നമുക്ക് അത്രയും മതി. ആരാണ്? ഒരു മനുഷ്യൻ. നമുക്കവിടെ ഇപ്പൊ നമുക്ക് അത് വിദ്യാസാഗർ ആണെന്ന് അറിയാമെങ്കിലും നമുക്കത് ഇവിടെ പറയുന്നില്ല. പക്ഷെ നമുക്ക് ഒരു അത്രേ ഉള്ളൂ. അടുത്ത, how did the young man feel when Vidyasagar disclosed his identity to him? അപ്പോ നമ്മുടെ വിദ്യാസാഗർ പുള്ളിക്കാരന്റെ ഐഡന്റിറ്റി അദ്ദേഹമാണ് വിദ്യാസാഗർ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ യങ് മാന് എന്താണ് തോന്നിയത്? എന്താ തോന്നിയത്? One inside, he put the suitcase down and turned to face the young man. Hello, I am Vidyashankar. What can I do for you? The young man was ashamed at his own behavior. He folded. ഞാൻ പറഞ്ഞുതരാം. അതിൽ നമുക്ക് അത്രയും വേണ്ട, പക്ഷെ എന്താണ് തോന്നിയെന്ന്. അപ്പൊ ഇത്രയും മാത്രം മതി. അപ്പൊ ഇവിടെ നമ്മള് വിദ്യാസാഗർ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി ഇവിടെ നമുക്ക് പറഞ്ഞു. അതാണ് ഹലോ ഐ ആം വിദ്യാസാഗർ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു. അപ്പോഴേ എന്താ തോന്നിയത്? The young man was ashamed at his own behavior. അത്രയും മാത്രം മതി. അപ്പോ അദ്ദേഹത്തിന് നമ്മുടെ ആ ഒരു യങ് മാന് നാണക്കേടാണ് തോന്നിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. What advice did Vidyasagar give to the young man? എന്ത് അഡ്വൈസ് ആണ് വിദ്യാസാഗർ നമ്മുടെ യങ് മാൻ കൊടുത്തത്? ആദിത്യ, ഞാൻ പറയത്താ സാറേ? നീ പറഞ്ഞ നിന്റെ അടുത്ത് തന്നെ ചോദ്യം ചിലപ്പോ ആയിരിക്കും. Never feel ashamed in doing your own work. You could easily have carried this suitcase on your own and saved yourself from this embarrassment. എടാ നമുക്ക് പക്ഷെ അത്രയും വേണ്ട, നമുക്കൊരു ജനറൽ ആയിട്ട് എടുക്കാം. അപ്പൊ ഇത്രയും മതി. നെവർ ഫീൽ അഷേംഡ് ഇൻ ഡൂയിങ് യുവർ ഓൺ വർക്ക്. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ബാക്കി. പക്ഷെ അഡ്വൈസ് എന്ന് പറയുമ്പോൾ അത്രയും മതി കേട്ടോ. അപ്പൊ നെവർ ഫീൽ അഷേംഡ് ഇൻ ഡൂയിങ് യുവർ ഓൺ. എടാ അത് ഇതിന്റെ PDF ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിലാ ടൈപ്പ് ചെയ്യണേ.
മൊബൈൽ കൊള്ളാല്ലേ? കൊള്ളാം. Okay. ഇത് ഓക്കെ, ഒരു സെക്കൻഡ്. അപ്പൊ അത്ര തന്നെയാണ്. നമുക്ക് നോക്കണം. അപ്പൊ ഇത്ര തന്നെയാണ് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ.